നമസ്കാരം. ഗുഡ് ഈവനിംഗ് പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്ത മുഖമാണ് വയനാട്. അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തിച്ചേരുന്ന കാഴ്ചകൾ കണ്ടു. പ്രധാനമന്ത്രി ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു, അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചു. കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. നേരിട്ട് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വലുതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം അപ്പോൾ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. കേരളത്തിനൊപ്പം കേന്ദ്രം എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനവും ഉറപ്പും നൽകിയ ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയിട്ടുള്ളത്. രാവുത് സർ, നേരത്തെ നിശ്ചയിച്ച സമയത്തിന് മുൻപേ തന്നെ പ്രധാനമന്ത്രി വന്നു. അദ്ദേഹത്തിൻ്റെ ചാർട്ടുകളൊക്കെ തെറ്റി അധിക സമയം, നേരത്തെ പറഞ്ഞതിനേക്കാൾ അധിക സമയം ചെലവഴിച്ചു. അതിനുശേഷമാണ് മടങ്ങുന്നത്. അപ്പോൾ ഒരു ആത്മാർത്ഥമായ പ്രഖ്യാപനമായി നമുക്കിതിനെ കാണാം. അനുതാപപൂർണ്ണമായി അദ്ദേഹം കാര്യങ്ങളൊക്കെ കേട്ടു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. രശ്മി, തീർച്ചയായും പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം വയനാടിന് വേണ്ടി നീക്കിവെച്ചു, ഒരു പകൽ മുഴുവൻ വയനാട് വേണ്ടി നീക്കിവെച്ചു എന്നുള്ളത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. അദ്ദേഹം അവിടെ വരുന്നു, ആദ്യം ഹെലികോപ്റ്റർ വഴി ദുരന്ത സ്ഥലം മുഴുവൻ വീക്ഷിക്കുന്നു, ദെൻ റോഡ് വഴി ആ പ്രദേശത്തേക്ക് പോകുന്നു. ആ പ്രദേശത്തേക്കുള്ള റോഡ് നമുക്ക് നമുക്ക് അറിയാം, വീതി കുറഞ്ഞ റോഡാണ്. സാധാരണഗതിയിൽ ഒരു VVIP യാത്രയ്ക്ക് പറ്റിയ റോഡ് പോലുമല്ല. പക്ഷേ ആ ദുരന്ത സ്ഥലം അദ്ദേഹം സന്ദർശിക്കുന്നു, ക്യാമ്പ് സന്ദർശിക്കുന്നു, ഹോസ്പിറ്റൽ സന്ദർശിക്കുന്നു, രോഗികളുമായിട്ട് സംസാരിക്കുന്നു, ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, പരിക്കേറ്റവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു. അത് നൽകുന്നൊരു സന്ദേശമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പം പ്രധാനമന്ത്രി വരുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ താഴെ പല ആളുകളും പലതരത്തിൽ നെഗറ്റീവ് കമൻറ്റുകൾ ചെയ്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇയാൾ വരുന്നത്, വന്നിട്ട് എന്താണ് കാര്യം? അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ടത്. ഹീസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹം. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട പ്രദേശവും അവിടുത്തെ ജനങ്ങളെയും സന്ദർശിക്കുന്നുള്ളത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം മുഴുവൻ അതിനുവേണ്ടി നീക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണറുണ്ട്, കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. അത് നിശ്ചയമായും അതെല്ലാം ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. സാധാരണഗതിയിൽ നേതാക്കന്മാരിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണത്. ഇപ്പോൾ 2018 പ്രളയം ഉണ്ടായ സമയത്ത് രേഷ്മ ഓർക്കുന്നുണ്ടാവും, മുഖ്യമന്ത്രി പിണറായി വിജയനും രമേശ് ചെന്നിത്തല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒരു ഹെലികോപ്റ്ററിൽ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അതിൻ്റെ ചിത്രമുണ്ടല്ലോ, ആ ഒരു ചിത്രം അത് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇപ്പോൾ ഈ ദുരന്ത സമയത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച്, ഇപ്പം മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ കൂടെ മേലെ പറഞ്ഞതൊക്കെ കണ്ടിട്ട് എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ അതിൽ കാര്യമുണ്ട്. അത് ഒന്നാമത് മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കാരണം ജനങ്ങൾ കൊടുക്കുന്നൊരു സന്ദേശമാണത്. അതിൽ പ്രതിപക്ഷ നേതാവ് കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു ദുരന്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇൻപുട്ട് ഉണ്ടല്ലോ, അത് റിപ്പോർട്ടുകളിൽ നിന്നോ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനോ കിട്ടുന്നതിനേക്കാളും പ്രധാനമാണ്. അപ്പോൾ ആ നിലക്ക് അതിനെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ ഒരു പടി അധികം കടന്ന് പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെന്തുമാത്രം മനോഹരമായൊരു കാഴ്ചയാകുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരുമാണ് ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മുടെ സംവിധാനത്തെക്കുറിച്ച്, നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചൊക്കെ ജനങ്ങളിലുണ്ടാകുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, ജനങ്ങൾക്ക് ലഭിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെയധികം വർദ്ധിക്കുമായിരുന്നു. ആ ഒരു ഉയർന്ന സംസ്കാരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം ഇനിയും കുറച്ചധികം കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. എനിവേ, അത് നിശ്ചയമായും നമ്മളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. ഇനിയുള്ളത് ഇതിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എന്താണ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തികമായി 2000 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്ത് കൂടെ ഇന്ന് പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ള പോസിറ്റീവ് ജസ്റ്റർ, ആ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. പക്ഷെ അതിൽ ഇതുവരെയുള്ള നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് അതിലത്ര ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ ഈ 2024 തന്നെ ഉണ്ടായ 2 സംഭവം ഞാൻ പറയാം. മെയ് മാസത്തിൽ കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അവിടുത്തെ വരൾച്ച ദുരിതാശ്വാസത്തിന് കേന്ദ്രം സഹായം നൽകുന്നില്ല. അപ്പോൾ കേന്ദ്രം സഹായം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞിട്ട് കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നുണ്ട്. അതിനുശേഷം തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്. ഒരു സൈക്ലോൺ ഉണ്ടാകുന്നു, തുടർന്ന് വെള്ളപ്പൊക്കം, മച്ചുങ് എന്തോ പറഞ്ഞിട്ടൊരു
ചുഴലിക്കാറ്റടിക്കുന്നു, പേമാരി വരുന്നു, വെള്ളപ്പൊക്കമുണ്ട്. 35,000 കോടിയുടെ നാശനഷ്ടം മൊത്തത്തിലുണ്ടായെന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ എസ്റ്റിമേഷൻ. അപ്പോൾ അതിൽ ഇൻ്ററിം റിലീഫായിട്ട് 2,000 കോടി നൽകണമെന്ന് അവരാവശ്യപ്പെട്ടു. കേന്ദ്രം 5 പൈസ കൊടുത്തില്ല. അവസാനം ഒരു 2024 ഏപ്രിലാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഞങ്ങൾക്ക് പൈസ തരാൻ നിങ്ങളൊന്ന് അവരോട് പറയണമെന്നാണ്. ഇതെന്തുമാത്രം ഓക്വേർഡായി, എന്തുമാത്രം മോശം അവസ്ഥയെന്ന് ആലോചിച്ചു. ഒരു സംസ്ഥാനത്ത് ദുരന്തം ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു, ജനങ്ങൾ മരിക്കുന്നു, കൃഷിയും വ്യവസായവും എല്ലാം തകരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇൻ്ററിം റിലീഫ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന നോൺ BJP ഗവൺമെൻറ്റുകളോട് ഈ നിലക്കുള്ള സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നു എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. അതിൽ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സവിശേഷമായിട്ടുള്ള ഇരട്ടത്താപ്പ് കേന്ദ്രം കാണിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മളിതിനെ കാണേണ്ടത്. ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള പുനരധിവാസ ആ തുക, നഷ്ടപരിഹാര തുക കേന്ദ്രം നൽകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. യെസ്, അപ്പോൾ ഈ ഗുജറാത്തിലെ കാര്യത്തെക്കുറിച്ചൊക്കെ മോദി പറയുന്നുണ്ട്. മറ്റാരേക്കാളും ഈ ദുഃഖം എനിക്ക് മനസ്സിലാകും, അന്ന് വോളണ്ടിയറായി പ്രവർത്തിച്ച ആളാണെന്നൊക്കെ ഇപ്പോഴത്തെ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ മോദി പറഞ്ഞല്ലോ പണത്തിനൊരു കുറവ് ഉണ്ടാകില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് മെമ്മോറാണ്ടം തരൂ, കണക്കുകൾ എടുത്ത് തരൂ, നമുക്ക് തീർച്ചയായും പരിഗണിക്കാം, കേന്ദ്രം ഒപ്പമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ഇതിൻ്റെ തീവ്രത പരിഗണിച്ച് ഇത് L3 വിഭാഗത്തിൽ ഉൾക്കൊള്ളിക്കണം, 2,000 കോടി പുനരധിവാസത്തിന് വേണ്ടി അടിയന്തരമായി നൽകണമെന്നൊക്കെയാണ്. അപ്പോൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണ്. ആ ഡിസാസ്റ്ററിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ആ ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുമ്പ് അത് മിറ്റിഗേറ്റ് ചെയ്യേണ്ടതും ഉണ്ടായതിന് ശേഷമുള്ള പുനരധിവാസം എല്ലാ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനാണ് നിയമപരമായി. ഇനി അതൊരു വലിയ ദുരന്തമാണെന്നിരിക്കട്ടെ. ഈ വലിയ ദുരന്തമാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഒന്ന് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി, തീവ്രത, 2 ആ ദുരന്തത്തെ മറികടക്കാൻ ആ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നുള്ള അസസ്മെൻറ്റ്, അതിനാവശ്യമായ പണം എത്ര വേണ്ടി വരുമെന്നുള്ള വിലയിരുത്തൽ. ഈ 3 കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് ആണ് കേന്ദ്ര സർക്കാർ അതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുക. 2013 ഉത്തരാഖണ്ഡ് പ്രളയം ഉണ്ടായി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ്. 5,000-ഓളം പേർ മരിച്ചിട്ടുണ്ട്. ഇതിൽ 65,000 മുതൽ 1,00,000 വരെ ആളുകൾ അവിടെ കുടുങ്ങി കിടന്ന് അവരെയൊക്കെ എയർലിഫ്റ്റ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വലിയൊരു ദുരന്തം. അപ്പോൾ ആ ദുരന്തം 2013 ജൂൺ 16 അതുണ്ടാകുന്നു. ഒരു ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നു. അവിടെ മണ്ണിടിച്ചിലും മഴയും പ്രളയം ഉണ്ടാകുന്നു. 2019 അതായത് 3 ദിവസത്തിന് ശേഷം 2018 ജൂൺ 16 ഫ്ലഡ് ഉണ്ടാകുന്നു. ജൂൺ 18 അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അന്നത്തെ ദേശീയ ഉപദേശക സമിതിയുടെ അധ്യക്ഷരായിട്ടുള്ള സോണിയാഗാന്ധിയും കൂടി ഒരു ഹെലികോപ്റ്ററിൽ അവിടെ ഒരു ആകാശ വീക്ഷണം നടത്തുന്നു. അവിടെ എന്താണ് നടന്നുള്ളത് അസസ് ചെയ്യുന്നു. ജൂൺ 19 1,000 കോടി രൂപ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അതായത് ആ സമയത്തും ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടില്ല. സൈന്യം അവിടെ ആളുകളെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രധാനമന്ത്രിയാണ് NDRFൻ്റെ നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി 1,000 കോടി രൂപ പ്രഖ്യാപിക്കുന്നു ധനസഹായം. അതിൽ 140 കോടി അർജൻറ്റായിട്ട് റിലീസ് ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. അന്ന് ഉത്തരാഖണ്ഡ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ അത് ഏത് പാർട്ടിയാണെന്നുള്ളതല്ല, അതാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഇതിവിടെ നോക്കുക, വയനാട് ദുരന്തം നടന്നു. ഇപ്പോൾ 10 ദിവസമായി. 10 ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുന്നു. നല്ലത്. അവിടെ എത്രമാത്രം തീവ്രമായി ആ ദുരന്തം ബാധിച്ചിട്ടുണ്ടെന്ന് അതിന് നേരിട്ട് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. അദ്ദേഹം അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആ ദുരന്തത്തിൻ്റെ തീവ്രത നേരിട്ട് കണ്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇനി ആ തീവ്രത അസസ് ചെയ്ത് ഈ കേരളം ആവശ്യപ്പെടുന്ന 2,000 കോടി കൊടുക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ദാവൂദ് സാഹിബ് പറഞ്ഞത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെ കൊടുക്കാനായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു. എന്താണ് വയനാട്ടിൽ നടന്നത് എന്നുള്ളത്, എത്ര പേര് മരിച്ചു എന്നുള്ളതും എത്ര ഏരിയ അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. അത് പ്രധാനമന്ത്രിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. അപ്പോൾ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു. ഈ മെമ്മോറാണ്ടം തരൂ, ഞാൻ നോക്കട്ടെ, തരാമെന്ന് പറയുന്നത് എനിക്ക് അത്ര പോസിറ്റീവായിട്ട് തോന്നുന്നില്ല. കേരളം ആവശ്യപ്പെടുന്ന 2,000 കോടിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു തർക്കമില്ല. കാര്യത്തിൽ 2,000 കോടിയൊന്നും തരാൻ പോകുന്നില്ല. പക്ഷേ സഹായിക്കാതിരിക്കില്ല. കാരണം സഹായിക്കേണ്ടത്ര ഗുരുതരമായൊരു പ്രശ്നമാണിത്. സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഇത് മറികടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് സംസ്ഥാന സർക്കാരിന് ബോധ്യപ്പെടുത്താനും കഴിയും. തീർച്ചയായിട്ടും സഹായിക്കുക തന്നെയും. പക്ഷേ ഈ ചോദിക്കുന്ന പണം അത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മോദിയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ജസ്റ്റർ വളരെ പോസിറ്റീവായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെ വരുന്നു. ഞാൻ വിചാരിച്ച ആ ചൂരൽമലയിൽ മാത്രം ഇറങ്ങിയിട്ട് പോകുമെന്നാണ്. അങ്ങനെയല്ല. അദ്ദേഹം നടന്ന് ആ മുണ്ടക്കൈ ഭാഗത്തെല്ലാം പോയി അതിൻ്റെ പ്രഭവകേന്ദ്രം എന്ന് പറയാവുന്ന ആ ഭാഗത്തൊക്കെ എല്ലാം കറങ്ങി
എല്ലാം നേരിട്ട് കാണുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും പിന്നീട് അത് ആശുപത്രിയിലെത്തി അവിടെ കിടക്കുന്ന ആളുകളായിട്ട് സംസാരിക്കുകയും ചെയ്തു. വളരെ നല്ല കാര്യമാണ്. അതുപോലെ അത് അദ്ദേഹം ടെലിവൈസ്ഡായിട്ട് തന്നെ ആ സർവകക്ഷി യോഗത്തിന് ശേഷം ടെലിവൈസ്ഡായിട്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരം ദുരന്തങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. 1979 ഓഗസ്റ്റിലോ മറ്റോ നടന്ന മോർബി ഡാം, അതൊരു ഡാം തകർന്നു. അന്ന് 10-25,000 പേര് മരിച്ച ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് വോളണ്ടിയറായിട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ആ സംസാരത്തിൽ അത് പറയുമ്പോൾ എനിക്കൊരു എന്തോ മാതിരി തോന്നി. കാരണം അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ചെറുപ്പത്തിലും ദുരന്തം ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ബയോഗ്രഫി പ്രകാരം 1979 അദ്ദേഹം ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിലെ RSS ആസ്ഥാനത്ത് അദ്ദേഹം റിസർച്ചൊക്കെ നടത്തുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുന്നത്. പിന്നെ ആ സമയത്ത് അദ്ദേഹം വളണ്ടിയറായിട്ട് മോർബിയിൽ വന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു ഡേറ്റ് മിസ്റ്റേക്ക് ഉണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം പറന്നു വന്നിട്ടുണ്ടാവാം. എന്നാലും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം ചിലപ്പോൾ ഈ സേവാഭാരതിയുടെയൊക്കെ ഭാഗമായിട്ട് അവിടെ നിന്ന് വോളണ്ടിയർ സേവനം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അദ്ദേഹം വന്നത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അത് സംസ്ഥാന ഭരണകൂടവും പോസിറ്റീവായിട്ടാണ് അതിന് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കേന്ദ്ര സംസ്ഥാന സഹകരണത്തിന് നല്ലൊരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുഖത്തേക്ക് എത്തി എന്നുള്ളത് വളരെ പോസിറ്റീവ് അപ്രോച്ചാണ്. പക്ഷേ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.